Hello everyone, welcome to my channel English Get the Native Way. Today let us discuss about tenses. ഇന്ന് നമുക്ക് ടെൻസസിനെ കുറിച്ച് സംസാരിക്കാം. ടെൻസസ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ കാലങ്ങൾ. കാലങ്ങൾ എന്ന് പറയുന്നത് മലയാളത്തിൽ 3 തരമുണ്ട്. അതിനു മുമ്പ് എന്താണ് കാലം എന്ന് പറയാം. ഒരു സമയത്തെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ക്രിയകളെ കാലങ്ങൾ എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ ക്രിയകൾ എന്ന് പറഞ്ഞാൽ ടെൻസസ്. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ് ക്രിയകൾ അഥവാ ടെൻസസ് എന്ന് പറയുന്നത്. മലയാളത്തിൽ കാലങ്ങൾ 3 തരമാണ്: ഭൂതകാലം, ഭാവികാലം, വർത്തമാനകാലം. വർത്തമാനകാലം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം. ഭൂതകാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലം. ഭാവികാലം എന്ന് പറഞ്ഞാൽ വരാൻ ഇരിക്കുന്ന കാലം. മലയാളത്തിലെ വർത്തമാനകാലത്തെ ഇംഗ്ലീഷിൽ നമ്മൾ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നു. വർത്തമാനകാലത്തെ പ്രസൻറ്റ് ടെൻസ് എന്ന് പറയുന്നു. എന്നാൽ കഴിഞ്ഞുപോയ ഭൂതകാലത്തെ നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നു. കഴിഞ്ഞുപോയ ഭൂതകാലത്തെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നു. വരാൻ ഇരിക്കുന്ന ഭാവികാലത്തെ നമ്മൾ ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നു. വരാനിരിക്കുന്ന ഭാവികാലത്തെ ഫ്യൂച്ചർ ടെൻസ് എന്ന് നമ്മൾ പറയുന്നു. ഈ 3 കാലങ്ങളും ഉദാഹരണത്തിലൂടെ നമുക്ക് നോക്കാം. എന്നാലേ വ്യക്തമായി നമുക്ക് മനസ്സിലാകുകയുള്ളൂ. എല്ലാ കാലങ്ങളും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് പ്രസൻറ്റ് ടെൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ വർത്തമാനകാലത്തിൽ നിന്നാണ്. അതായത് എല്ലാ ക്രിയകളും, എല്ലാ വേർബുകളും, ഇംഗ്ലീഷിൽ പറഞ്ഞ വേർബുകൾ, അത് തുടങ്ങുന്നത് വർത്തമാന കാലത്തിൽ നിന്നാണ്. എല്ലായ്പ്പോഴും ക്രിയയുടെ രൂപം അല്ലെങ്കിൽ ദ ഫോം ഓഫ് വെയർ എന്ന് പറയുന്നത് വർത്തമാനകാലത്തിലായിരിക്കും. നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ഞാൻ അവിടെ പോകുന്നു, നിങ്ങൾ ഇവിടെ വരുന്നു, ഞാൻ സ്കൂളിൽ പോകുന്നു, ഞാനൊരു പാട്ട് പാടുന്നു, ഞാൻ ഓടുന്നു, ഞാൻ നടക്കുന്നു എന്നെല്ലാം പറയുന്നതാണ് നമ്മുടെ ക്രിയകളാണ്. ഇംഗ്ലീഷിൽ അതിന് വെർബ് എന്ന് പറയുന്നു. വെർബ് എന്ന് പറയുന്നത് ഒരു പാർട്സ് ഓഫ് സ്പീച്ചിലെ 3ാമത്തെ പ്രധാനപ്പെട്ട ഒരു പാർട്സ് ഓഫ് സ്പീച്ചാണ്. പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് ഒരു വീഡിയോ നമ്മൾ ഇതിനു മുമ്പ് വ്യക്തമായി കണ്ടിട്ടുണ്ട്. നമുക്ക് ഉദാഹരണത്തിലൂടെ നോക്കാം. ഒരു കുട്ടി, അവൻ എല്ലാ ദിവസവും സ്കൂളിൽ പോകുന്നു. അതവൻ്റെ ഹാബിറ്റാണ്. പ്രസൻറ്റ് ടെൻസിൽ ഹാബിറ്റായ, അതായത് നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നിത്യജീവിതത്തിലെ എന്നും ചെയ്യുന്ന, എല്ലായ്പ്പോഴും ചെയ്യുന്ന പ്രവൃത്തികളെയാണ് വർത്തമാനകാലത്തിൽ നമ്മൾ പറയുന്നത്. അതാണ് ക്രിയകൾ. ഒരു കുട്ടി അവധിയില്ലാത്ത ദിവസം എന്നും സ്കൂളിൽ പോകുന്നു എന്നുള്ളത് ആ കുട്ടിയുടെ ഒരു ഹാബിറ്റാണ്. നമ്മൾ എങ്ങനെ പറയുന്നു? അവൻ സ്കൂളിൽ എല്ലാ ദിവസവും പോകുന്നു. ഇത് വർത്തമാനകാലമാണ്. ഇംഗ്ലീഷിൽ നമ്മൾ പറയും ഹീ ഗോസ് ടു സ്കൂൾ എവറി ഡേ. ഹീ ഗോസ് ടു ദ സ്കൂൾ എവറി ഡേ. ഇവിടെ ഗോ എന്ന് പറയുന്നത് പോകുക എന്ന പ്രവൃത്തിയുടെ വർത്തമാനകാലമാണ്. മറ്റൊരു ഉദാഹരണം നോക്കാം. നിങ്ങൾ ഒരു ഈശ്വരവിശ്വാസിയാണ്. നിങ്ങൾ എല്ലാ ദിവസവും പത്മനാഭ സ്വാമി ടെമ്പിളിൽ പോകുന്നു. അത് നമ്മൾ മലയാളത്തിൽ പറയും ഞാൻ നിങ്ങളെക്കുറിച്ച് പറയുകയാണ്. നീ പത്മനാഭ സ്വാമി ടെമ്പിളിൽ എല്ലാ ദിവസവും പോകുന്നു. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയും ഹീ വിസിറ്റ് പത്മനാഭ സ്വാമി ടെമ്പിൾ എവറി ഡേ. ഹീ വിസിറ്റ് പത്മനാഭ സ്വാമി ടെമ്പിൾ എവറി ഡേ. ഇവിടെ വിസിറ്റ് എന്ന ക്രിയ പോകുന്നു എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ്. മിസ്സിസ് ലത, അവർ നല്ലപോലെ പാട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. മിസ്സിസ് ലത നല്ലപോലെ പാട്ട് പാടും. അതവരുടെ ഒരു ഹാബിറ്റാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു കഴിവാണ്. അത് ഇംഗ്ലീഷിൽ നമുക്കിങ്ങനെ പറയാം: മിസ്സിസ് ലത സിങ്സ് സോങ്സ് ബ്യൂട്ടിഫുള്ളി. ഓർ മിസ്സിസ് ലത സിങ്സ് ബ്യൂട്ടിഫുൾ സോങ്സ്. മിസ്സിസ് ലത മനോഹരമായി പാട്ട് പാടും. ഇത് എല്ലാം വർത്തമാന കാലമാണ്. ഇനി നമുക്ക് ഭൂതകാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് സംസാരിക്കാം. അത് ഓൾറെഡി കഴിഞ്ഞുപോയ ഒരു കാലമാണ്. ഇത് ഏത് കാലഘട്ടത്തിലും കഴിഞ്ഞു പോകുന്നു വരാം. 1 മണിക്കൂർ മുമ്പ് കഴിഞ്ഞതാകാം, ഇന്നലെ കഴിഞ്ഞതാകാം, 1 വർഷം മുമ്പ് കഴിഞ്ഞതാകാം. അത് ഹാബിറ്റുകളെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഭൂതകാലം ഉപയോഗിക്കാൻ സാധിക്കുകയില്ല. അത് കഴിഞ്ഞുപോയ കാലത്തെ നമ്മൾ മാറ്റുവാൻ സാധിക്കുകയില്ല.
കുട്ടി സ്കൂളിൽ പോകുന്ന എക്സാമ്പിളിനെ കുറിച്ച് തന്നെ നമുക്ക് പറയാം. ആ കുട്ടി സ്കൂളിൽ പോയി. അവൻ ഇന്നലെ ആയിരിക്കാം പോയത്, അല്ലെങ്കിൽ 1 മണിക്കൂർ മുമ്പായിരിക്കാം പോയത്. അത് ആ കുട്ടി സ്കൂളിൽ പോയി, അവൻ സ്കൂളിൽ പോയി എന്ന് പറയുന്നത് ഭൂതകാലമാണ്. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ ഗോ എന്ന പ്രസൻറ്റ് ടെൻസിലെ വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ വെൻറ്റ് ഉപയോഗിക്കണം. ഗോയുടെ പാസ്റ്റ് ടെൻസ് വെൻറ്റ് ആണ്. ഹി വെൻറ്റ് ടു ദ സ്കൂൾ. ഇത് ഏതെങ്കിലും ഒരു കാലഘട്ടം സ്പെസിഫൈ നിങ്ങൾക്ക് പറയണമെങ്കിൽ ഇങ്ങനെ പറയാം: ഹി വെൻറ്റ് ടു ദ സ്കൂൾ യെസ്റ്റർഡേ, അല്ലെങ്കിൽ ഹി വെൻറ്റ് ടു ദ സ്കൂൾ ടുഡേ മോർണിംഗ്. ഇന്ന് രാവിലെ അവൻ സ്കൂളിൽ പോയി. ഇനി നിങ്ങൾ പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയി എന്ന് പറയുന്ന എക്സാമ്പിൾ നമുക്ക് എടുക്കാം. പോയി എന്ന് പറയുന്നത് കഴിഞ്ഞുപോയ കാലമാണ്. ഞാൻ ഇന്നലെ പത്മനാഭസ്വാമി ടെമ്പിളിൽ പോയി. ഐ വെൻറ്റ് ടു ദ പത്മനാഭസ്വാമി ടെമ്പിൾ യെസ്റ്റർഡേ. വെൻറ്റ് എന്ന് പറയുന്നത് ഗോയുടെ പാസ്റ്റ് ടെൻസ് ആണ്, ഭൂതകാലം. ഐ വെൻറ്റ് ടു ദ പത്മനാഭസ്വാമി ടെമ്പിൾ യെസ്റ്റർഡേ. ഇന്ന് രാവിലെയാണ് നിങ്ങൾ പോയെങ്കിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് പറയാം ഐ വെൻറ്റ് ടു ദ പത്മനാഭസ്വാമി ടെമ്പിൾ ടുഡേ മോർണിംഗ്. ഇനി ലത പാട്ട് പാടുന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം. ലത മനോഹരമായി ഇന്നലെ ഒരു ഫംഗ്ഷനിൽ പാട്ട് പാടി. അത് ഇംഗ്ലീഷിൽ നമുക്ക് ഇങ്ങനെ പറയാം: ലത സങ് എ ബ്യൂട്ടിഫുൾ സോങ് ഡ്യൂറിങ് യെസ്റ്റർഡേസ് പാർട്ടി. ഇന്നലത്തെ പാർട്ടിയിൽ ലത മനോഹരമായി പാടി. ലത സങ് എ സോങ് യെസ്റ്റർഡേ. എവിടെ പാടി എന്ന് പറയണമെങ്കിൽ നമുക്ക് പാർട്ടി എന്നോ ഫംഗ്ഷൻ എന്നോ ചേർക്കാം. ലത സങ് എ ബ്യൂട്ടിഫുൾ സോങ് യെസ്റ്റർഡേ ഡ്യൂറിങ് ദ പാർട്ടി ഓർ ഫംഗ്ഷൻ. ഇനി നമുക്ക് ഭാവി കാലത്തെക്കുറിച്ച്, അതായത് ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് നോക്കാം. ഇനി വരാൻ പോകുന്ന കാലഘട്ടം, അതിൽ നമ്മൾ ചെയ്യുന്ന ക്രിയകളെ ഭാവി കാലം എന്ന് പറയുന്നു. ഇംഗ്ലീഷിൽ ഫ്യൂച്ചർ ടെൻസ്. അത് നമ്മൾ പറയുമ്പോൾ നാളെ ആ കുട്ടി സ്കൂളിൽ പോകുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ പറയുന്നു. എന്ന് സ്കൂളിൽ പോകുന്നു എന്ന് പറയുന്ന ഹാബിറ്റാണ്. പോയി എന്ന് പറഞ്ഞത് കഴിഞ്ഞു പോയ കാലമാണ്. ഇനി നാളെ പോകുന്നു എന്ന് പറഞ്ഞാൽ നാളെ വരാൻ പോകുന്ന ഫ്യൂച്ചർ ടെൻസാണ്. നമ്മൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ വെർബിന് മുമ്പ് വില്ലോ ഷാളോ ചേർക്കണം. വില്ല്, ഷാള് എന്ന് പറയുന്നത് ഹെൽപ്പിംഗ് വെർബ്സ് ആണ്. ഹെൽപ്പിംഗ് വെർബ്സിനെ കുറിച്ച് മറ്റൊരു സെക്ഷനിൽ നമുക്ക് വിശദമായി സംസാരിക്കാം. നമ്മൾ ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ ഷാള്, വില്ല് ഇവയിൽ ഏതെങ്കിലും ഉപയോഗിക്കണം. ഷാളും വില്ലും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ ഐ, വി എന്ന് പറയുമ്പോൾ മാത്രമാണ് ഷാൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഐയും വിയും അല്ലാതെ മറ്റു വ്യക്തികളെക്കുറിച്ച് പറഞ്ഞാൽ ഹി, ഷീ, ദേ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വില്ല് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇത് നമ്മൾ ഷാൾ, വില്ല് എന്ന ഡിഫറൻസ് നമ്മൾ പേഴ്സൺസിനെ കുറിച്ച് പറയുമ്പോഴാണ്. പേഴ്സൺസിനെ കുറിച്ച് വിശദമായൊരു ചർച്ച നമുക്ക് വേറെ ഒരു എപ്പിസോഡിൽ പറയാം. ഇപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക: ഷാൾ എന്ന് പറയുന്നത് ഐയുടെയും ബിയുടെയും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ വിൽ എന്ന് പറയുന്നത് ഷാളിൻ്റെ വിൽ എന്ന് പറയുന്ന ഇത് ഐയുടെയും ബിയുടെയും നമുക്ക് ഉപയോഗിക്കുവാനും സാധിക്കും. വില്ല് എല്ലാ സെൻറ്റൻസിൻ്റെ കൂടി, എല്ലാ നൗണിൻ്റെ കൂടെയും പ്രോനൗണിലൂടെയും നമുക്ക് ഉപയോഗിക്കാം. എന്നാൽ ഷാൾ എന്ന് പറയുന്നത് ഐയുടെയും ബിയുടെയും മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. നമ്മൾ ഫ്യൂച്ചർ സെൻറ്റൻസ് പറയുമ്പോൾ വെർബിന് മുമ്പ് ഷാളോ വില്ലോ ചേർത്താൽ നമുക്ക് ഫ്യൂച്ചർ സെൻറ്റൻസ് പറയുവാൻ സാധിക്കും. ഉദാഹരണത്തിലൂടെ നമുക്ക് പറയാം: കുട്ടി നാളെ സ്കൂളിൽ പോകുന്നു എന്ന് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയണം: ഹി വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. ഹി വിൽ ഗോ ടു ദ സ്കൂൾ ടുമോറോ. അല്ലെങ്കിൽ ദ ചൈൽഡ് വിൽ ഗോ ടു സ്കൂൾ ടുമോറോ. ഇവിടെ നമുക്ക് ഷാൾ പറയാൻ സാധിക്കില്ല. ദ ചൈൽഡ് ഷാൾ ഗോ ടു സ്കൂൾ ടുമോറോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വിൽ മാത്രം പറയണം. ദ ചൈൽഡ് വിൽ ഗോ ടു ദ സ്കൂൾ ടുമോറോ. നിങ്ങൾ നാളെ പത്മനാഭസ്വാമി ടെമ്പിളിൽ പോകും എന്ന് ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയണം: യു വിൽ വിസിറ്റ് ദ പത്മനാഭസ്വാമി ടെമ്പിൾ ടുമോറോ. യു വിൽ വിസിറ്റ് ദ പത്മനാഭസ്വാമി ടെമ്പിൾ ടുമോറോ. ലത നാളത്തെ ഫംഗ്ഷനിൽ ഒരു പാട്ട് പാടും. ലത വിൽ സിംഗ് എ സോങ് ടുമോറോ ഇൻ ദ ഫംഗ്ഷൻ. ലത വിൽ സിംഗ് എ സോങ് ടുമോറോ ഇൻ ദ ഫംഗ്ഷൻ.
ഇവിടെ ലതയ്ക്ക് നമ്മൾ വില്ലാണ് ഉപയോഗിച്ചത്, ഷാളല്ല. ഇനി ഞാൻ പത്മനാഭസ്വാമി ടെമ്പിളിൽ നാളെ പോകും എന്ന് പറയണമെങ്കിൽ ഷാളോ വില്ലോ എനിക്ക് ഉപയോഗിക്കാം. ഐ ഷാൾ ഗോ ടു ദ പത്മനാഭസ്വാമി ടെമ്പിൾ ടുമോറോ, അല്ലെങ്കിൽ ഐ വിൽ ഗോ ടു ദ പത്മനാഭസ്വാമി ടെമ്പിൾ ടുമോറോ. ഇനി നമ്മൾ ഒന്നിച്ച് പോവുമെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, വി വിൽ ഗോ ടു ദ പത്മനാഭസ്വാമി ടെമ്പിൾ ടുമോറോ, അല്ലെങ്കിൽ വി ഷാൾ ഗോ ടു ദ പത്മനാഭസ്വാമി ടെമ്പിൾ ടുമോറോ. ഇനി അവർ എന്ന് പറഞ്ഞാൽ എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒന്നിലധികം ആൾക്കാർ. ഇംഗ്ലീഷിൽ ദേ. അവർ പത്മനാഭസ്വാമി ടെമ്പിളിൽ നാളെ പോവുമെങ്കിൽ നമുക്കിങ്ങനെ പറയണം, ദേ വിൽ ഗോ ടു ദ പത്മനാഭസ്വാമി ടെമ്പിൾ ടുമോറോ. അവിടെ നമുക്ക് ഷാൾ ഉപയോഗിക്കാൻ സാധിക്കില്ല, വില്ല് മാത്രമേ ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെയാണ് നമുക്ക് ടെൻസസിനെ കുറിച്ച് പറയുവാൻ സാധിക്കുന്നത്. കൺക്ലൂഡറി നോട്ടായിട്ട് ഞാൻ ഒന്നും കൂടെ പറയാം. കാലങ്ങൾ 3 പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്. പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്ന കാലങ്ങൾ, പാസ്റ്റ് ടെൻസ് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലം, ഫ്യൂച്ചർ ടെൻസ് എന്ന് പറഞ്ഞാൽ വരാനിരിക്കുന്ന കാലം. ഇപ്പോൾ നടക്കുന്ന കാലം പ്രസൻറ്റ് ടെൻസ് നമ്മുടെ ഹാബിറ്റുകളെക്കുറിച്ച് ഉപയോഗിക്കുന്നു. ഇവിടെ നമ്മൾ വേർബ് സിമ്പിളായി ഉപയോഗിക്കുന്നു. പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. ഫ്യൂച്ചർ ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ നടക്കാനിരിക്കുന്ന കാലം. ഇവിടെ നമ്മൾ വേർബിന് മുമ്പ് ഷാളോ വില്ലോ ഉപയോഗിക്കണം. ഇംഗ്ലീഷിലെ 3 ടെൻസസിനെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് സംസാരിക്കാം. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ വേർബിൻ്റെ 4ാമത്തെ രൂപമാണ്. ഇത് അതിൻ്റെ പേര് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ ഇത് ഭൂതകാലത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞുപോയ കാലത്തിൽ പറയുന്ന സംഭവങ്ങളെ സൂചിപ്പിക്കാൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിക്കുന്നു. അതിൻ്റെ പേരിൽ തന്നെയുണ്ട് പാസ്റ്റ്. എന്നാൽ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നമ്മൾ പാസ്റ്റ് ടെൻസിൽ ഒരു കാര്യം പറയുമ്പോൾ കഴിഞ്ഞുപോയൊരു കാലഘട്ടത്തെക്കുറിച്ച് പറയുന്നു. എന്നാൽ ആ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അത് എപ്പോൾ നടന്നു എന്ന് നമ്മൾ പറയണം. ഇന്നലെ നിങ്ങൾ ബാംഗ്ലൂർ എന്ന ടൗണിൽ പോയി. നിങ്ങൾ ഇന്നലെയാണ് പോയത്. ആ ടൈം ഫ്രെയിം നിങ്ങൾ ഇൻഡിക്കേറ്റ് ചെയ്യണം. ഞാൻ ഇന്നലെ ബാംഗ്ലൂരിൽ പോയി. ഐ വിസിറ്റഡ് ബാംഗ്ലൂർ യെസ്റ്റർഡേ. ഇവിടെ നമ്മൾ യെസ്റ്റർഡേ എന്ന ടൈം ഫ്രെയിം പറഞ്ഞു. അപ്പോൾ അത് പാസ്റ്റ് ടെൻസ് ആണ്. എന്നാൽ നിങ്ങൾ എപ്പോൾ വിസിറ്റ് ചെയ്തു എന്ന് പറയുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പാസ്റ്റ് പാർട്ടിസിപ്പിളാണ് ഉപയോഗിക്കേണ്ടത്. ഐ വിസിറ്റഡ് ബാംഗ്ലൂർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ആണ്. എന്നാൽ പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ നിങ്ങൾ ടൈം ഇൻഡിക്കേറ്റ് ചെയ്യാതെ ഇങ്ങനെ പറയണം, ഐ ഹാവ് വിസിറ്റഡ് ബാംഗ്ലൂർ. ഐ ഹാവ് വിസിറ്റഡ് ബാംഗ്ലൂർ. നിങ്ങൾ ഇപ്പോൾ ബാംഗ്ലൂർ വിസിറ്റ് ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. അവിടെ നിങ്ങൾ ടൈം ഫ്രെയിം പറയുന്നില്ല. ഇതാണ് പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും തമ്മിലുള്ള വ്യത്യാസം. വേറൊരു എക്സാമ്പിൾ പറയാം. ഇന്നലെ നിങ്ങൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്തു. ഒരു എക്സാം നിങ്ങൾ എഴുതി. നിങ്ങൾ നിങ്ങളുടെ പേരൻസിനോട് പറയുന്നു, ഐ റോട്ട് ദ എക്സാം യെസ്റ്റർഡേ വെരി വെൽ. ഞാൻ ഇന്നലെ പരീക്ഷ നല്ലപോലെ എഴുതി. ഐ റോട്ട് ദ എക്സാം വെരി വെൽ യെസ്റ്റർഡേ. അത് നിങ്ങൾ കഴിഞ്ഞുപോയ കാലമാണ്. നിങ്ങൾ യെസ്റ്റർഡേ എന്ന ഒരു ടൈം ഫ്രെയിം ഉപയോഗിച്ചു. എന്നാൽ നിങ്ങൾ ഇന്നലെയാണ് പരീക്ഷ എഴുതി എന്ന് ടൈം ഫ്രെയിം പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്കിങ്ങനെ പറയാം, ഐ ഹാവ് റിട്ടൺ ദ എക്സാം. ഐ ഹാവ് റിട്ടൺ ദ എക്സാം വെരി വെൽ. ഞാൻ പരീക്ഷ എഴുതി, നല്ലതുപോലെ എഴുതി. വെരി വെൽ. ഐ ഹാവ് റിട്ടൺ ദ എക്സാം വെരി വെൽ. ഇവിടെ വേർബിൻ്റെ മാറ്റങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് ടെൻസ് ആണ്. നമ്മൾ പറയുന്ന ഹാബിറ്റ്. ഐ റൈറ്റ് എക്സാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലായ്പ്പോഴും എക്സാം എഴുതാറുണ്ട്. എന്നാൽ ഇന്നലെ നിങ്ങൾ എക്സാം എഴുതി എന്ന് പറഞ്ഞപ്പോൾ റൈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് നിങ്ങൾ ഉപയോഗിച്ചു. ഐ റോട്ട് ദ എക്സാം വെരി വെൽ എന്നാണ് നിങ്ങൾ പറഞ്ഞത്. റൈറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ആയ റോട്ട് നിങ്ങൾ ഉപയോഗിച്ചു. എന്നാൽ നിങ്ങൾ പാസ്റ്റ് പാർട്ടിസിപ്പിളിൽ പറഞ്ഞപ്പോൾ റോട്ട് എന്നുള്ളത് റിട്ടൺ എന്നാണ് പറഞ്ഞത്. ഐ ഹാവ് റിട്ടൺ ദ എക്സാം. ഇപ്പോൾ റൈറ്റ് എന്ന വേർബ് റോട്ട് എന്നതിന് പകരം റിട്ടൺ എന്നായി മാറിയിരിക്കുന്നു.
ഇത് നിങ്ങൾ ഭാവിയിലാണ് പറയുന്നെങ്കിൽ ഐ വിൽ റൈറ്റ് എക്സാം എന്ന് പറയണം. ഇത് ഭാവിയല്ല നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പാസ്റ്റ് ടെൻസ് ആണ് പറഞ്ഞത്. എന്നാൽ ടൈം ഫ്രെയിം പറഞ്ഞപ്പോൾ നിങ്ങൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. ഐ റോട്ട് ദ എക്സാം വെരി വെൽ. നിങ്ങൾ ഇപ്പോൾ എക്സാം എഴുതി അല്ലെങ്കിൽ ടൈം ഫ്രെയിം പറയാതെ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു ഐ ഹാവ് റിട്ടൺ ദ എക്സാം വെരി വെൽ. ഇപ്പോൾ നമ്മൾ റിട്ടൺ എന്ന വാക്കിന് മുമ്പ് ഹാവ് എന്ന ഒരു പുതിയ വാക്ക് ഉപയോഗിച്ചു. ഈ നമ്മൾ പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറയുമ്പോൾ എപ്പോഴും ഹാവ് എന്ന വാക്കിൻ്റെ രൂപാന്തരങ്ങൾ ഉപയോഗിക്കണം. അത് ഹാവോ, ഹാഡോ, വിൽ ഹാവോ ആയിരിക്കാം. ഇത് എന്താണെന്ന് ഇപ്പോൾ വ്യക്തമായി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ വരും. അതുകൊണ്ട് പാസ്റ്റ് പാർട്ടിസിപ്പിളിൻ്റെ ഉപയോഗം നമ്മൾ മറ്റൊരു എപ്പിസോഡിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ആസ് ഐ ടോൾഡ് യു, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും പാസ്റ്റ് ടെൻസ് ആണ്. എന്നാൽ ഇത് പാസ്റ്റ് ടെൻസിൽ ഫ്യൂച്ചർ ടെൻസോ അല്ലെങ്കിൽ പ്രസൻറ്റ് ടെൻസോ ആയി മാറും. ഇതും എങ്ങനെ മാറുന്നു എന്ന് ചോദിച്ചാൽ അതിന് ഡീറ്റെയിൽ ആയൊരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ട്. ലെറ്റ് us see in another example of past participle. ഇപ്പോൾ വെർബിൻ്റെ 3 രൂപങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. ഒന്ന് പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, അതോടൊപ്പം തന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇനി എങ്ങനെ ഇതെല്ലാം നമ്മൾ പഠിക്കും? നമ്മൾ ഓരോ വാക്ക് പഠിക്കുമ്പോഴും ആ വാക്കിൻ്റെ പ്രസൻറ്റ് ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് നമ്മൾ ഡീറ്റെയിൽഡായി പഠിക്കണം. നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യണം. വൊക്കാബുലറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭാഷ അറിവ്, നമ്മുടെ ഭാഷാ ജ്ഞാനം, നമുക്ക് അറിയാവുന്ന വാചകങ്ങൾ, ആ വാചകങ്ങൾ നമ്മുടെ മലയാളത്തിൽ നിന്ന് അതിൻ്റെ ഇംഗ്ലീഷ് അർത്ഥങ്ങൾ നമ്മൾ കണ്ടുപിടിക്കണം. ഇംഗ്ലീഷിലെ ക്രിയകൾ, ഇംഗ്ലീഷിലൊരു ക്രിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണ്, അതിൻ്റെ പ്രസൻറ്റ് ടെൻസ് എന്താണ്, അതിൻ്റെ ഫ്യൂച്ചർ ടെൻസ് എന്താണ്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് ഡീറ്റെയിൽഡായി നമ്മൾ എഴുതി പഠിക്കണം. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഈസിയാണ്. വെർബിന് മുമ്പ് വില്ലോ ഷാളോ ഉപയോഗിച്ചാൽ മതി. ഷാൾ ഉപയോഗിക്കുന്നത് ഐ പറയുമ്പോഴും ബി പറയുമ്പോഴും മാത്രമാണ്. എന്നാൽ ഐയും ബിയും അല്ലാതെ മറ്റ് എന്തു വാക്കുകൾ, എന്ത് പ്രൊനൗണോ നൗണോ, ദേ, വി, ഹി, ഷീ എന്നൊക്കെ പറയുമ്പോൾ വില്ലാണ് ഉപയോഗിക്കേണ്ടത്. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത് ഈസിയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് ഒരു വേർബ്, ആ വേർബിൻ്റെ മലയാളത്തിലൊരു വാചകം, ഒരു ക്രിയ, അതിൻ്റെ ഇംഗ്ലീഷിലുള്ള വാക്ക് വേർബ് എന്താണെന്ന് ട്രാൻസ്ലേഷനിലൂടെ പഠിക്കണം. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്താണെന്ന് പഠിക്കണം. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്ന് പഠിക്കണം. ഫോർ എക്സാമ്പിൾ, ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പോകുക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത് വെൻ്റാണ്. അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് ഗോൺ ആണ്. ഗോ പോകുക, വെൻ്റ് പോയി, ഗോൺ എന്ന് പറഞ്ഞാലും പോയി, പക്ഷേ അത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. സാധാരണഗതിയായ വാചകങ്ങളിലെ പാസ്റ്റ് ടെൻസ് പഠിക്കണമെങ്കിൽ അതിനോടൊപ്പം ഒരു ഡിയോ ഇഡിയോ ചേർത്താൽ മതി. ഉദാഹരണത്തിന് നമ്മൾ പറയുമ്പോൾ വോക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക, വോക്ക്. എന്നാൽ അതിനോട് ഇഡി ചേർത്താൽ വോക്ക്ഡ് എന്നായി. വോക്ക്ഡ് എന്ന് പറഞ്ഞാൽ നടന്നു. സാധാരണഗതിയിൽ ചില വാചകങ്ങളിൽ ഡിയിലോ ഇഡിയിലോ പാസ്റ്റ് ടെൻസിൽ എൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ആ വാക്ക് തന്നെയാണ്, പാസ്റ്റ് ടെൻസ് തന്നെയാണ്. വോക്ക് എന്ന പ്രസൻറ്റ് ടെൻസിൻ്റെ പാസ്റ്റ് ടെൻസ് വോക്ക്ഡ്, അതിൻ്റെ പ്രസൻറ്റ് ടെൻസ് വോക്ക്ഡ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അതിൻ്റെ വാക്കുകൾ മാറും. ഇതിനു മുമ്പ് പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോകുക, വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി. പാസ്റ്റ് പാർട്ടിസിപ്പിളിലേക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം മാറി. അത് പോയി എന്ന് പറയണമെങ്കിൽ ഗോൺ എന്നാണ് നമ്മൾ പറയുന്നത്. ചില സാഹചര്യങ്ങളിൽ പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഉദാഹരണം പറഞ്ഞാൽ കം, കം എന്ന് പറഞ്ഞാൽ വരിക. അതിൻ്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ കെയിം, വന്നു. എന്നാൽ കം എന്നതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ കം എന്ന് തന്നെയാണ്, പ്രസൻറ്റ് ടെൻസ് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇതിന് പ്രത്യേകമായ റൂളൊന്നുമില്ല. നമ്മുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഓപ്ഷൻ. വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പഠിക്കുക. പ്രസൻറ്റ് ടെൻസ് എന്താണെന്ന്, ഒരു വാചകത്തിൻ്റെ പ്രസൻറ്റ് ടെൻസ്, അതിൻ്റെ പാസ്റ്റ് ടെൻസ്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഈസിയായ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഒരു വാചകം
അതിൻ്റെ പാസ്റ്റ് ടെൻസിൽ ഡിയോ ഇഡിയോ ചേർത്ത് വന്നാൽ അത് പാസ്റ്റ് പാർട്ടിസിപ്പിളിലും പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കും. അത് നമുക്ക് ഡീറ്റെയിൽഡ് ഒരു എക്സാമ്പിൾ പറയുമ്പോൾ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ഒരു എപ്പിസോഡിൽ നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഈ സെക്ഷൻ്റെ ഈ എപ്പിസോഡിൻ്റെ അടുത്ത സെക്ഷനിൽ ഞാൻ കുറച്ച് വേർബുകൾ ക്രിയകൾ പറയും. അതിൻ്റെ പാസ്റ്റ് ടെൻസും അതിൻ്റെ ഫ്യൂച്ചർ ടെൻസും അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ ഇടുന്നുണ്ട്. അത് നിങ്ങളുടെ ഒരു അറിവിലേക്ക് മാത്രമാണ്. അതിന് ശേഷം വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ നിങ്ങളുടെ നോളജും നിങ്ങളുടെ ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള ഫ്ലുവൻസിയും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യണം. അതിന് നിങ്ങൾക്കൊരു ഡിക്ഷണറി റെഫർ ചെയ്യാം. ഇംഗ്ലീഷ് ടു മലയാളം ഡിക്ഷണറി മേടിച്ചാൽ നിങ്ങൾക്ക് വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കും. ഇംഗ്ലീഷ് എന്താണ് വാചകം, ഒരു വാചകം അതിൻ്റെ മലയാള അർത്ഥം എന്താണെന്ന് നിങ്ങൾ നോക്കി പഠിച്ചാൽ നിങ്ങളുടെ വൊക്കാബുലറി ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. Thank you everyone for watching the episode of Tenses in the channel English Gate Native Way. English Gate Native Way എന്ന ചാനലിൽ ദ ടെൻസസ് എന്ന ഈ എപ്പിസോഡ് വാച്ച് ചെയ്ത എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി. എൻ്റെ ഈ ചാനലിൽ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾക്ക് പ്രയോജനകരമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇത് ഇംഗ്ലീഷ് ഗേറ്റ് നേറ്റീവ് വേ എന്ന ചാനൽ നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങളുടെ ബന്ധുക്കളോടും നിങ്ങളുടെ കൊളീഗ്സിനോടും റെഫർ ചെയ്യുവാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. നമുക്ക് അടുത്ത ഒരു എപ്പിസോഡിൽ ഇംഗ്ലീഷിലെ പ്രയോജനകരമായ മറ്റൊരു സബ്ജക്റ്റുമായി കാണുവാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് again.